ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എന്താ കാണിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ വീണ്ടും കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും ഡയറ്റിങ്ങും വെയിറ്റ് ലോസൊക്കെ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊട്ടും ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് ഞാനിവിടെ ഒരു ജിമ്മിൽ പോകുന്നുണ്ട് കേട്ടോ. ഇവിടെ ലേഡീസ് ഉള്ള ജിമ്മാണ്. അപ്പോൾ അവിടുത്തെ കുറച്ച് കാര്യങ്ങൾ ഞാൻ കാണിച്ചത്. കൂടുതൽ അവിടെ വീഡിയോസ് എടുക്കാൻ പറ്റില്ല, കാരണം അവിടെ കൂടുതൽ വരുന്നത് അറബ്സ് ആയതുകൊണ്ട് അവർ വീഡിയോ ഒക്കെ എടുക്കുമ്പം അവർ ഉൾപ്പെടുന്നുള്ള ടെൻഷൻ കാരണമാണ് കാണിക്കുക, വീഡിയോ എടുക്കാൻ സമ്മതിക്കുക പറ്റില്ല. അപ്പോൾ ജസ്റ്റ് ഞാൻ ആൾ ഒഴിഞ്ഞ സമയത്തൊന്ന് ജസ്റ്റ് കാണിച്ചതാണ്. അവിടെ പൂളുണ്ട്, മെയിനായിട്ട് പൂള് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഡയറ്റ് കഴിഞ്ഞ് യൂസ് ചെയ്യുന്ന ഡയറ്റ് സമയത്ത് കഴിച്ചിരുന്ന കുറച്ച് നല്ല റെസിപ്പി നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നുണ്ട്. ഇതൊരു ഡീടോക്സിക് വാട്ടറാണ് കേട്ടോ, സെലറിൻ്റെ. വളരെ എഫക്റ്റീവാണ്. മോർണിംഗ് എംപ്റ്റി സ്റ്റൊമക്കിലാണ് ഇത് കുടിക്കേണ്ടത്. വെറുമേറ്റിലത്തെ കുടിക്കുമ്പം നമുക്ക് എന്താ പറയുക, നന്നായിട്ട് മോഷന് പ്രോബ്ലം ഉള്ളവർക്ക് അത് നല്ലൊരു ഈസി ആയിട്ട് പോകാൻ നല്ലതാണ്. അതുപോലെ തന്നെ സ്കിന്നിന് നല്ലതാണ്. ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ. അതിൻ്റെ സയൻറ്റിഫിക്കായിട്ട് കുറേ പറയാനൊന്നും എനിക്കറിയില്ല, പക്ഷേ നമ്മളെ ഹെൽത്തിന് സംഭവം അടിപൊളിയാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുക നോക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സെലറി ഞാൻ നന്നായിട്ട് ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. സെലറിന് തണ്ടിട്ട ലീഫ് വേണമെങ്കിൽ എടുക്കാം, ഞാൻ തണ്ട് മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ ഒരു കുക്കുംബറിൻ്റെ പകുതി, പിന്നെ ഇഞ്ചി, നമ്മൾ നാടൻ ഇഞ്ചി ഉണ്ടെങ്കിൽ അതെടുക്കുക. അതിപ്പോൾ എൻ്റെ അടുത്ത് ഈ ഇഞ്ചി ഉള്ളായിരുന്നു, ചൈനീസിൻ്റെ. ആ ഇഞ്ചിൻ്റെ ഒരു പീസ് എടുത്തിട്ടുണ്ട്. ഗ്രീൻ ആപ്പിളിൻ്റെ പകുതി എടുത്തിട്ടുണ്ട്. പിന്നെ ചെറുനാരങ്ങ, പിന്നെ മിൻറ്റ് ഒരു കുറച്ച് 2-5 ഇട്ട് അതെല്ലാം കൂടി മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് ഇതുപോലെ അരിച്ചെടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ അരിച്ചെടുക്കുക. നന്നായിട്ട് അരിച്ചിട്ട് ഇതുപോലെ അരിച്ചെടുത്തിട്ട് നമുക്ക് ഒരു ഗ്ലാസ് വയ്ക്കുക. നല്ല കളറായിട്ടത് കാണാൻ നല്ല രസമുള്ളൊരു കളറ്. കുടിക്കാനും കുഴപ്പമൊന്നുമില്ല. ഞാൻ വിചാരിച്ചിരുന്നു കുടിക്കാനും കൊള്ളൂലെന്ന്, പക്ഷെ കുഴപ്പമൊന്നുമില്ല. ആ ഗ്രീൻ ആപ്പിളിൻ്റെ പുളിപ്പും ഒക്കെ കൂടെ വരുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ബുദ്ധിമുട്ടില്ല, എനിക്ക് ഈസി ആയിട്ട് കുടിക്കാൻ പറ്റി, കുഴപ്പമൊന്നും തോന്നിയില്ല. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്യുക, മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം കേട്ടോ. എന്നിട്ട് നിങ്ങളെ കമൻറ്റ് അറിയിക്കണം എങ്ങനെ ഉണ്ടായിരുന്നു. ഞാനത് വീക്കിൽ 3 times കുടിക്കലുള്ളൂ. ഡെയിലി കുടിക്കണ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. ആ ഫ്രണ്ടാണ് എനിക്ക് റെസിപ്പി ഷെയർ ചെയ്ത് തന്നത്. അവളിങ്ങനെ ഒരു റെസിപ്പി യൂസ് ചെയ്യുന്നത് നല്ല മാറ്റുണ്ടെന്ന് പറഞ്ഞിട്ട് അവളോട് ചോദിച്ചിട്ടാണ് ഞാനത് മനസ്സിലാക്കി ഞാനും ട്രൈ ചെയ്യാൻ തുടങ്ങിയത്. പക്ഷെ ഞാൻ ഡെയിലി കുടിക്കാറില്ല. നല്ല സംഭവമാട്ടോ. ഇനി സെലറി മേടിക്കാൻ കിട്ടില്ല, സെലറി കിട്ടാനില്ല എന്നൊക്കെ ഉള്ളവർക്കാണെങ്കിൽ അതുപോലെ തന്നെ വെറും വയറ്റിൽ രാവിലെ കുടിക്കാൻ പറ്റിയ വേറൊരു വാട്ടറാണ്. നല്ല ചൂടുവെള്ളം എടുക്കാം. നല്ല ചൂടുവെള്ളം എടുക്കരുത് കേട്ടോ, ഗ്ലാസ്സിൽ വെച്ച് പൊട്ടിക്കരുത്. കുടിക്കാൻ പാകത്തിലുള്ള ചൂടുവെള്ളം എടുക്കുക. അതിലേക്ക് കുറച്ച് ചിയാ സീഡ് ഇട്ട് കൊടുക്കുക. ഇത് ചിയാ സീഡ് ആട്ടോ. അതിലേക്ക് എന്ത് ചെയ്യുക, 1/2 ലെമൺ പിഴിഞ്ഞെടുക്കുക. എന്നിട്ട് ഇത് വെറും വയറ്റി കുടിക്കാം. വേണമെന്നുള്ളവർക്ക് ചെറുതായിട്ടൊരു തേൻ ഇട്ടിച്ച് കൊടുക്കുക. നല്ല തേൻ കിട്ടുന്നുണ്ടെങ്കിൽ ഇതും വെറും വയറ്റി കുടിച്ചാലും നമ്മളെ വയറ് കുറേ നല്ല സംഭവമാണ് കേട്ടോ. അപ്പോൾ ഒന്നെങ്കിൽ സെലറി ജ്യൂസ് അല്ലെങ്കിൽ ഇത് കുടിക്കുക, മാറി മാറി കുടിച്ചാൽ മതി. അതൊന്നുമില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് വെറും വയറ്റിൽ ജീരക വെള്ളം ഉണ്ടാക്കി കുടിക്കുക. നമ്മൾ കൊറോണ സമയത്തൊക്കെ ഉണ്ടാക്കി ഉള്ളിരുന്ന മറ്റേ മഞ്ഞളും പെപ്പറും എന്താ പറയുക ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് തിളപ്പിച്ച വെള്ളം, അതും വേണമെങ്കിൽ അതും കുടിക്കുക. അതും സംഭവം അടിപൊളിയാണ്. ഇതിൻ്റെ കൂടെ ഒരു 3-4 ബദാം കൂടെ കഴിക്കട്ടോ. ഇനി അടുത്തതിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ആട്ടോ. ഇന്ന് ഞാൻ റാഗി കൊണ്ട് പുട്ടാക്കാനാണ് നോക്കുന്നത്. ഞാൻ അരി ഭക്ഷണം ഒന്നും കൊണ്ട് കുറക്കാമെന്ന് കരുതിയില്ല, കാരണം ഉച്ചയ്ക്ക് ചോറ് എങ്ങനെയൊക്കെ വേണ്ടി വരും. അപ്പോൾ എന്ത് ചെയ്തു, രാവിലത്തെ അരി ഭക്ഷണം കൊണ്ട് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ രാവിലെ ഞാൻ റാഗി പുട്ടാണ്. റാഗിൻ്റെ പൊടി ഞാൻ പാക്കറ്റ് മേടിച്ച് തന്നെയാണ്. അതിലേക്ക് കുറേശ്ശെ വെള്ളം കുടഞ്ഞു കൊടുക്കുക. കുറച്ച് ഉപ്പിട്ടിട്ട് കുറച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് വെള്ളം ഉണ്ടായിരുന്നു, അപ്പോൾ പിന്നെ അത് കട്ടായിപ്പോവും. എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ പുട്ടിന് കുഴക്കുന്ന പോലെ തന്നെ കുഴച്ചെടുക്കുക. അതിൻ്റെ പുട്ടിൻ്റെ പരുവാകുമല്ലോ, അതാവുമ്പോൾ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഇൻ കേസ് വെള്ളം കൂടി പോയാൽ ഒരു പൊടിക്ക് എന്ത് ചെയ്യുക, റവ ഇട്ട് കൊടുക്കുക. നമുക്ക് വേണ്ടിയിട്ട് റാഗിപ്പുട്ട്. അപ്പോൾ ഞാൻ തേങ്ങ ഉപയോഗിക്കണേ കേട്ടോ. തേങ്ങക്ക് പകരമായിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് കണ്ടില്ലേ, ക്യാരറ്റാണ്. ക്യാരറ്റ് നമ്മൾ ഗ്രേറ്റ് ചെയ്തിട്ട് വെച്ചതാണ് കേട്ടോ. അപ്പോൾ തേങ്ങ ഉപയോഗിക്കുന്നതിന് പകരം നമ്മൾ ഇടയ്ക്ക് ഇട്ട് കൊടുക്കൂലേ, അതിന് പകരം നമ്മൾ എന്ത് ചെയ്യുക, ക്യാരറ്റ് യൂസ് ചെയ്യാം. ഞാൻ എന്ത് ചെയ്ത് ഫസ്റ്റ് നമ്മളെ പുട്ടിലേക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കുക. നമ്മൾ ഫസ്റ്റ് തേങ്ങ ഇടൂലേ അതുപോലെ. എന്നിട്ട് നമ്മൾ റാഗിൻ്റെ പൊടി ആക്കി വെച്ചിട്ടില്ലേ, പുട്ടുപൊടി, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്ത് ചെയ്യുക, നമ്മളെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കുക. ആവി പറക്കുന്ന പുട്ട്. ഇപ്പം നമ്മളെ പുട്ട് റെഡി ആയിട്ടുണ്ട്, നമുക്ക് കുത്താം. ഇപ്പം നമ്മളെ പുട്ട് റെഡി ആയിട്ടുണ്ട്. ഞാൻ ആ ബാലൻസ് ഉള്ള തയ്ക്കാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ക്യാരറ്റൊക്കെ കളയണ്ടല്ലോ, നമുക്ക് അതിൽ കൊടുക്കുന്നു. ആയിഷ് അടിപൊളി എന്താ, പെർഫെക്റ്റ് അല്ലേ? നല്ല ആവി പറക്കുന്ന റാഗി പുട്ട്.
റാഗിപ്പുട്ട് റെഡി ആയിട്ട്. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കുന്നത് റാഗിപ്പുട്ട് കേട്ടോ. അതിൻ്റെ കൂടെ ഇവിടെ കടലക്കറി ഉണ്ട്, ഓക്കെ, അല്ലെങ്കിൽ റോബസ്റ്റ പഴം ഉണ്ട് കേട്ടോ. അപ്പോൾ ഏതെങ്കിലും ഒന്ന് കൂട്ടിയിട്ട് നമുക്ക് കഴിക്കാം. ഞാൻ റോബസ്റ്റ എടുക്കുന്നില്ല, അപ്പോൾ ഞാൻ കടലക്കറിയും ഇത് എന്താ പറയുക ഇതും കൂടി കഴിക്കുന്നുള്ളൂ. റോബസ്റ്റ വിചാരിക്കും നമ്മൾക്ക് ഒരു 11 മണി 12 മണിയൊക്കെ ആവുമല്ലോ, ആ ടൈമിൽ വേണമെങ്കിൽ വിശക്കുമ്പോൾ ഒന്നെടുത്ത് കഴിക്കാം. റോബസ്റ്റ കഴിക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് എന്ത് ചെയ്യും, വയറ് ഫില്ലോ, വിശക്കൂല. അപ്പോൾ ലഞ്ച് ലൈറ്റ് ആക്കാമല്ലോ. ലഞ്ച് ലൈറ്റ് ആക്കാൻ പ്ലാൻ ഉണ്ടോയെന്ന് വെച്ചാൽ അറിയില്ല. അപ്പോൾ തന്നെ ടൈം പോലെ ഇതാണ് നമ്മളെ പ്ലേറ്റ് കേട്ടോ. ലഞ്ചിന് ചോറ് കഴിക്കാനുള്ള ഇഷ്ടം കൊണ്ട് തന്നെ ഞാൻ ഉച്ചക്ക് ചോറ് തന്നെയാണ് കഴിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ പച്ചക്കായൻ്റെ കറിയും പിന്നെ 2 ബുൾസൈ പിന്നെ ഉപ്പേരി കേട്ടോ. ഉപ്പേരി കുറച്ച് കൂടുതലെടുക്കുക. ചോറ് ഞാൻ അരക്കോരി എടുത്തിട്ടുള്ളൂ കേട്ടോ, ചെറിയൊരു പ്ലേറ്റ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഫില്ലായിട്ട് നിൽക്കണത് കാണുമ്പോൾ. അപ്പോൾ ഞാൻ എന്താ ഉപ്പേരി ഉണ്ടാക്കിയെന്ന് കാണിച്ചു തരാം കേട്ടോ. അടിപൊളിയാട്ടോ ഈ ഉപ്പേരി, സിമ്പിളാണ്, നല്ല ടേസ്റ്റ്. ചൂടായി വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ബീറ്റ്റൂട്ട് ഉണ്ടല്ലോ, ബീറ്റ്റൂട്ട് ഞാൻ നന്നായി ചെറുതായിട്ട് മറ്റേ നൈസായിട്ട് അരിഞ്ഞ് കിട്ടുന്ന ചോപ്പർ പോലത്തെ സംഭവമല്ല, അതിലിട്ടിട്ട് അരിഞ്ഞെടുക്കുക കേട്ടോ. അപ്പോൾ വറ്റൽമുളക് പൊട്ടിച്ചതിന് ശേഷം കടുക് വറ്റൽമുളകൊക്കെ പൊട്ടിച്ചതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ബീറ്റ്റൂട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ചീര അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ചീര ഞാൻ ചുവപ്പും റെഡും കൊടുത്തിട്ടുണ്ട്, രണ്ടും കൂടി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. അത് വാടി വന്നാൽ കുറച്ചേ ഉണ്ടാവുള്ളൂ, അറിയാമല്ലോ ചീര. അപ്പോൾ ഇത് നമ്മളെ ബീറ്റ്റൂട്ടും ബീറ്റ്റൂട്ടും നമ്മളെ ചീരൻ്റെ വന്നിട്ടുണ്ട് കേട്ടോ, കണ്ടോ. ഇനി ഇതിലേക്ക് എന്ത് ചെയ്യാം, ഞാൻ കുറച്ച് വേവിച്ച്, അതായത് തലേന്ന് കുതിർത്ത് വെച്ച മൺപയറാട്ടോ, അത് ഉപ്പ് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കുക്കറിൽ ഒരു വിസിലടിച്ച് വേവിച്ച് വെച്ചിട്ടുണ്ട്. അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് എന്താ പറയുക, നല്ല പ്രോട്ടീനും കിട്ടും, പിന്നെ വയറ് നല്ല ഫില്ലാവാനും കിട്ടും. പിന്നെ എന്താ പറയുക, മക്കൾ കഴിക്കാത്തവർക്കൊക്കെ ഉണ്ടല്ലോ, അതിന് നല്ലതാണ് എനിക്ക് ആക്കി കൊടുക്കുമ്പോൾ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇത്ര തന്നെ ചെയ്യുന്നുള്ളൂ. ഇനി ജസ്റ്റ് ഒന്ന് ഇത് മൂടി വെച്ച് മത്തി ഓഫാക്കിയിട്ട് മൂടി വെക്കാം കേട്ടോ. പിന്നെ ഞാനിതിലേക്ക് തേങ്ങ ചേർക്കുന്നില്ല. അപ്പോൾ ചമ്മന്തി ആക്കി പൊടിച്ചിടണമെങ്കിൽ അങ്ങനെയും ചെയ്യണ്ട, അപ്പോൾ വേറെ കൂടി നല്ലൊരു ടേസ്റ്റ് കിട്ടും. പക്ഷേ ഞാൻ തേങ്ങ ഒഴിവാക്കുകയാണ്. ഞാനിപ്പോൾ ഇത് ഡയറ്റ് ഉദ്ദേശിച്ചിട്ട് ചെയ്യുന്നത് കൊണ്ട് തേങ്ങ ഞാൻ ആഡ് ചെയ്യുന്നില്ല. തേങ്ങ ചമ്മന്തി ആക്കിയിട്ട് ഇടുകയാണെങ്കിൽ കുറച്ച് നല്ല ടേസ്റ്റ് ആക്കിയിട്ട് ഞാൻ അതിന് മുന്നേ അങ്ങനെ ചെയ്യാറുണ്ട്. ഇപ്പം ഞാൻ ചെയ്യുന്നില്ല, അപ്പോൾ ഞാൻ തീ ഓഫാക്കുന്നുണ്ട്. അപ്പോൾ ഇതായിരുന്നു നമ്മളെ ലഞ്ച് ഇട്ടാ. ഞാൻ അടുത്ത് വേറെ റെസിപ്പി കാണിച്ചു തരാം. ഇത് ഡിന്നറായിട്ട് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷെ ഞാൻ അന്ന് ഡിന്നറായിട്ട് ഇത് കഴിച്ചിട്ടില്ല. ഞാൻ പിന്നെ ഒരു വീഡിയോ പൊതുവെ എടുക്കാൻ മടിയുള്ളതുകൊണ്ട് എല്ലാം കൂടെ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ട് അങ്ങോട്ട് നിങ്ങൾക്ക് ഹെൽപ്പ് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് കേട്ടോ. വീഡിയോ ലെങ്ത്ത് കൂട്ടണമെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം, സോറി. അപ്പോൾ അത് ഫസ്റ്റ് ഞാൻ എടുത്തിട്ടുള്ളത് അവക്കാഡോ, അതിലേക്ക് പെപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ഉപ്പ്, പിന്നെ ഒരു നാരങ്ങ പിഞ്ഞിട്ട് നന്നായിട്ട് സ്മാഷ് ചെയ്യട്ടോ. അതിന് ശേഷം നമ്മൾ ബ്രൗൺ ബ്രെഡ് എടുക്കുക. ബ്രൗൺ ബ്രെഡ് എടുത്തിട്ട് ഞാനെന്താ മറ്റേ സാൻഡ്വിച്ച് റോൾ ചെയ്യേ അങ്ങനത്തെ ഇതെടുത്തിട്ടുള്ളത് കേട്ടോ. അതിൻ്റെ സൈഡുകൾ ഇതുപോലെ ഈ നമ്മൾ സ്മാഷ് ചെയ്ത അവക്കാഡോ ഇല്ലേ, അത് നന്നായിട്ട് ഇതുപോലെ എന്താ പറയുക പുരട്ടി കൊടുക്കാം. രണ്ട് സൈഡിലും ആക്കി കൊടുക്കുന്നുണ്ട് അവന്. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഫില്ലിംഗ് ആയിട്ട് ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ചെയ്ത് കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ചിക്കൻക്ക് പകരം ഞങ്ങൾക്ക് മുട്ട പൊഴിഞ്ഞിട്ട് സ്ലൈസ് ആയിട്ട് അങ്ങനെയും വെച്ച് കൊടുക്കാം. എന്നിട്ട് പിന്നെ അതിൻ്റെ ഉള്ളിൽ നമുക്ക് ടൊമാറ്റോ അതുപോലെ കുക്കുമ്പർ നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ വെച്ചിട്ട് സാൻഡ്വിച്ച് പോലെ ആക്കി കഴിക്കാം. അത് സംഭവം എന്താണെന്ന് വെച്ചാൽ നല്ല ടേസ്റ്റുമാണ്, ഭയങ്കര ടേസ്റ്റ് ആട്ടോ. നിങ്ങൾ അവക്കാഡോ സ്മാഷ് ചെയ്തിട്ട് ഇങ്ങനെ വെറുതെ കഴിക്കുകയാണ്, അങ്ങനെയുള്ള സംഭവം നല്ലൊരു അടിപൊളിയാണ്. ഞാൻ ഫസ്റ്റ് ഇങ്ങനെ വിചാരിച്ചിരുന്നു. എന്നിട്ട് എന്താ ചെയ്യുക, വയറ് നല്ല ഫില്ലാവും. സത്യം പറഞ്ഞാൽ ഇത് രാവിലെ ഉച്ചക്ക് കഴിക്കുകയാണെങ്കിൽ ബെസ്റ്റ്. ഞാൻ അങ്ങനെ തന്നെ കഴിച്ചത്. ഞാനിപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി വീഡിയോയിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാണിച്ചെന്നുള്ളൂ. ഞാൻ സത്യത്തിൽ അന്ന് ഡിന്നറിന് കഴിച്ചത് ഒരു റോബസ്റ്റ പഴമാണ്. അപ്പോൾ ഇതും മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക. അപ്പോൾ നല്ല 3 ഹെൽത്തി റെസിപ്പികളെല്ലാം ട്രൈ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പിന്നെ അറ്റ്ലീസ്റ്റ് ഇത് എന്താ പറയുക, മസ്റ്റായിട്ട് നിങ്ങൾ മധുരം കുറക്കുക, മധുരം ഒഴിവാക്കുക. അതുപോലെ തന്നെ പിന്നെന്താ ഒഴിവാക്കേണ്ടത്, അരി ഭക്ഷണം കുറക്കുക. ഒഴിവാക്കാൻ പറ്റാത്തൊരു കുറക്കുക. പിന്നെ ഡെയിലി അറ്റ്ലീസ്റ്റ് അരമണിക്കൂറെങ്കിലും ഒന്ന് വീട്ടിൽ തന്നെ ജമ്പിങ് ജാക്സ് ചെയ്യുക, ഓടാം, വീട്ടിൻ്റെ ചുറ്റോടെ ഓടാം, അല്ലെങ്കിൽ സ്റ്റെപ്പ് കയറി ഇറങ്ങുക.
എന്തെങ്കിലും ഒരു എക്സസൈസ്, അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ പാട്ട് ഉണ്ടാവും, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഡാൻസിന് പാട്ട് വെച്ചിട്ട് എക്സസൈസ് ചെയ്യാം. സത്യമായിട്ട് അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നിങ്ങൾക്ക് നന്നായിട്ട് വെയിറ്റ് കുറക്കാൻ പറ്റും. എക്സസൈസ് ചെയ്താൽ മാത്രമേ വയറൊക്കെ കുറയുള്ളൂ കേട്ടോ. വെയിറ്റ് കുറയാണ് 80% നമുക്ക് ഡയറ്റ് തന്നെയാണ്. അപ്പോൾ ഇതിൽ വേറെ ഞാൻ കഴിച്ചിരുന്ന റെസിപ്പികളൊക്കെ ഒരു ഫോട്ടോ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത് വന്നിട്ട് രാഗി കൊണ്ടുള്ള നമ്മളെ ചപ്പാത്തി പോലെ ഇറക്കിയത് മുട്ട റോസ്റ്റ്, പിന്നെ മറ്റേ സെലറിൻ്റെ ജ്യൂസ്, നല്ല ഭംഗിയില്ലേ കാണാൻ, മറ്റേ സലാഡ്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ, വീഡിയോസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പായിരുന്നെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കമൻ്റൊക്കെ അടിക്കണേ. കമൻറ്റ് കാണുമ്പോൾ നമുക്ക് സന്തോഷം. അതുപോലെ ഇത് ബ്ലൂബെറി ആണ് കേട്ടോ സ്മൂത്തി, ഇത് പിന്നെ നമ്മൾ ABC ജ്യൂസും. അപ്പോൾ ഇൻഷാല്ല ഇനി വേറൊരു വീഡിയോയിൽ ഞാൻ ഇൻഷാല്ല വരേണ്ട. വീഡിയോ ലെങ്ത്ത് കൂടിയെങ്കിൽ സോറി. ഞാൻ വെയിറ്റ് ലോസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 74 ആയിരുന്നു, ഇപ്പോൾ ഞാൻ 68 ആയിട്ടുണ്ട് കേട്ടോ. ഒരു 1.5 മാസം കൊണ്ടാണ് കേട്ടോ 6 കിലോ കുറഞ്ഞത്. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്യുക. അപ്പോൾ ബൈ.